ഇരുട്ട് റൂമിൽ ഇരുന്ന് മറ്റേ ഫാൻസി ഡ്രസ്സ് നടത്തുന്ന ആൾക്കാർ വിചാരിച്ചാൽ ഒരു സിനിമയും മലയാളത്തിലുള്ള ഒരു കലയും ഇല്ല ഒരു മനുഷ്യനെയും ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. 7 സ്റ്റേജസ് ആണ് ഈ സിനിമ. അതായത് ഹുബ്, ഉൻസ്, ഇഷ്ക്, അക്കീദത്ത്, ഇബാദത്ത്, ജുനൂൻ, മൗത്ത്. അപ്പം ഈ 7 സ്റ്റേജസിനും ഒരു 7 സൗണ്ടിങ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ 3 മ്യൂസിക് ഡയറക്ടേഴ്സിന് വെച്ച് ഒരു 18ഓളം സോങ് ഉണ്ട് ഈ സിനിമയിൽ. റിവ്യൂ ചെയ്ത് കുളവാക്കിയ സിനിമയാണ്. ഒരിക്കലുമല്ല. ഇതൊരിക്കലും ഒരു റൂമിനകത്തിരുന്ന് ഒരു മാനസിക വൈകൃത ഒരാളിരുന്ന് അയാൾക്കുള്ള വിവരക്കേടെന്നെങ്കിലും പറഞ്ഞിട്ട് അതുകൊണ്ട് ജീവിക്കാൻ നിൽക്കുന്ന ഒരുത്തൻ ഒരു വീഡിയോ ഇട്ടെന്നും പറഞ്ഞിട്ട് സിനിമകൾ നശിക്കത്തില്ല. തൊട്ടടുത്ത ആഴ്ച അടുത്ത വലിയ സിനിമകൾ വരുക, മലയാള സിനിമകൾ ലൈക്ക് പ്രേമലു പോലത്തെ, അല്ലെങ്കിൽ ഏതാണ് ഇതൊന്ന് പിക്കപ്പ് ചെയ്ത് വരുമ്പം മനസ്സിലായി, അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് സിനിമ വരുവാണ്. പിന്നെ എവിടെയാണ് ഞങ്ങൾക്ക് സ്പേസ് കിട്ടുന്നത്? റിവ്യൂകളുടെ ബേസിലാണെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ അടിക്കേണ്ടത് പല്ലുട്ടി എന്ന സിനിമയിൽ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത. കാര്യം ആ സിനിമയ്ക്ക് ഈ പറഞ്ഞ ആരെങ്കിലും മോശം പറഞ്ഞു എല്ലാവരും ഗംഭീര സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് സിനിമയ്ക്ക് വന്ന കളക്ഷൻ? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആഷുക്ക് പോകുന്ന ഡയറക്ടർ സിനിമകൾ ഓൺലൈനിലൂടെ വളരെ മനോഹരമായി പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയത്. ഓൺലൈൻ ഫ്രണ്ട്ലി ആയി പോസ്റ്റ് ഡാഡി കൂള് പോലത്തെ ഇല്ലെങ്കിൽ സോൾട്ട് ആൻഡ് പെപ്പർ പോലത്തെ സിനിമകളോട് അതൊരു അങ്ങനെ റിവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത നായിക ഇല്ലെങ്കിൽ ഒരു നടി ഒരു സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ ക്യാമറ ഏത് ആംഗിൾ വെക്കുക, ഇല്ലെങ്കിൽ അവരെങ്ങനെ ഫോളോ ചെയ്യുക, ആ വീഡിയോ ഇടുന്ന ആൾക്കാർ ആലോചിക്കുക അവർക്കും വീട്ടിലൊരു പെങ്ങളുണ്ട് ഇല്ലെങ്കിൽ അമ്മയുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിലും എൻ്റെ പ്രൊഫഷണൽ കാര്യങ്ങളാണെങ്കിലും ഇതിന് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഇല്ല എൻ്റെ എല്ലാ ചെറിയ കണ്ടന്റ് ആണെങ്കിലും എല്ലാം ആദ്യം കാണിക്കുന്ന ജോബായാണ്. സാജിദ് യാഹിയാണ് ദ ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ. നമസ്കാരം. നമ്മളിപ്പോൾ ഈ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ നോക്കിയാൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് സിനിമയുടെ അപ്രിസിയേഷനും അതിൻ്റെ അക്സെപ്റ്റൻസും ഒക്കെ വരുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കൽബ് എന്നുള്ള സിനിമ. OTTയിൽ ഭയങ്കര ബൂമായിട്ട് ഇപ്പോൾ യൂട്യൂബിലും ഭയങ്കര ഹിറ്റായിട്ട് അതിൻ്റെ മ്യൂസിക്, അതിൻ്റെ വിഷ്വൽസൊക്കെ ഭയങ്കര ഷോർട്സും ഒക്കെ ആയിട്ട് ഭയങ്കര ഹിറ്റ്. ഈ യാത്ര എങ്ങനെയായിരുന്നു? ഈ തിയേറ്റർ ടു OTT അതിൻ്റെ ഷൂട്ട് സ്റ്റേജ്. കൽബ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഒരു തിയേറ്ററിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു സിനിമ തന്നെയാണ്. അതുപോലുള്ള അങ്ങനത്തെ ഒരു വിഷ്വൽ ക്വാളിറ്റിയിലും ഇല്ല അങ്ങനത്തെ വൈറ്റ് ഫ്രെയിംസും ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഇതിനകത്തെ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരുപാട് നാളായി നമ്മൾ ലിപ്സിങ്കിൽ നായികയോട് പാട്ട് പാടും. അങ്ങനത്തെ ഒരു എല്ലാവരും ഇപ്പം സിറ്റുവേഷൻസാണ് പാട്ടിൽ കൂടെ സിനിമയുടെ കഥയുടെ വിഭാഗം പറഞ്ഞു പോകുന്നത്. എന്നാൽ കൽബിൽ ഒരുപാട് സോങ്ങുകൾ നമ്മൾ ലിപ്പിൽ നായകൻ പാടുന്നുണ്ട്. അപ്പം പണ്ട് നമ്മൾ സിനിമകൾ കാണുമ്പോൾ അങ്ങനെ പാടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മളോട് പാട്ട് സംവദിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് അതെ നമുക്കത് അപ്പം ആ പാട്ട് പെട്ടെന്ന് തലയിലോട്ട് കയറുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഐഡിയ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഇപ്പം നമ്മളിപ്പം ഈ പാട്ടുകളെല്ലാം നമ്മൾ രാജസ്ഥാൻ, ഗുജറാത്ത് ഇല്ലെങ്കിൽ ഹൈദരാബാദ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ച് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഒരു തിയേറ്റർ പാക്കേജ് ആയിട്ടുണ്ടാക്കിയ സിനിമയാണ് കൽബ്. അപ്പം അത് ചില കാരണങ്ങളാൽ ആ സിനിമ തിയേറ്ററിൽ വിചാരിച്ച പോലെ വർക്കായില്ല. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു അന്ന് ആ സിനിമ ഇറങ്ങിയ 3-ാം ദിവസം ഈ ബുക്ക് മൈ ഷോയിലെ ഗ്രീൻ റെക്ടാങ്കിൾസ് ഇട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ല, എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി സംവദിക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്തെങ്കിലും കൽബ് നിങ്ങൾ നെഞ്ചിലേറ്റുന്നു. എൻ്റെ വിശ്വാസവും എൻ്റെ കോൺഫിഡൻസുമാണ് നിങ്ങളിന്ന് റീലായിട്ടും ഷോർട്സ് ആയിട്ടും എനിക്കറിയാത്ത ആൾക്കാർ കരഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നു. എന്തൊക്കെ രീതിയിൽ എന്നെ ആ സിനിമ മാർക്കറ്റ് ചെയ്യാൻ സഹായിക്കുമോ അങ്ങനെയൊക്കെ ആൾക്കാർ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ട പ്രേക്ഷകർ, ഞാൻ വിചാരിച്ച എൻ്റെ യഥാർത്ഥ പ്രേക്ഷകർ. അപ്പം അതിലൂടെ ഈ സിനിമ ആളിലേക്ക് എത്തുന്നു. ഇപ്പം ഞാൻ നിങ്ങളുടെ ക്യൂ സ്റ്റുഡിയോസിൽ വരെ 3-ാമത്തെ സിനിമ വേണ്ടി ഇവിടേക്ക് ഇടവന്നിരിക്കാൻ എന്ന് പറഞ്ഞാൽ അത്രയും ആ സിനിമ എനിക്ക് സൗഭാഗ്യങ്ങൾ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് മ്യൂസിക് സൈഡ് സ്പെസിഫിക്കലി എടുത്ത കഥയുടെ നെഗറ്റീവ് തന്നെ ഈ സൂഫി സംഗീതം ഒക്കെ ഭയങ്കര ഒരു എലമെന്റ് ആയിട്ട് വരുന്നത്. എന്താണ് മ്യൂസിക്കിന്റെ ഒരു ഈ മ്യൂസിക് ഡയറക്ടറിലേക്ക് ഓൺ ബോർഡ് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ് എങ്ങനെയാണ്? അല്ല, ആക്ച്വലി എനിക്ക് പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ പാട്ടുകൾ എൻ്റെ എല്ലാ സിനിമകളിലും ഞാൻ പാട്ടുകൾക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യില്ല. സൗണ്ടിങ് എങ്ങനെ നമുക്ക് ഡിഫറൻസ് ആക്കാൻ പറ്റും. കാര്യം ഒരു സിനിമ ഒരു പ്രേക്ഷകരുടെ ആദ്യം സംവദിക്കുന്നത് പാട്ടുകളിലൂടെയാണ്, അതിനുശേഷമാണ് അത്. അപ്പം അത് ആ ഏരിയയിൽ ഒരു കോംപ്രമൈസും ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ പ്രകാശ് അലക്സ് ഇല്ലെങ്കിൽ നിഹാൽ സാദിഖ് ഇല്ലെങ്കിൽ വിമൽ നാസർ എന്ന 3 മ്യൂസിക് ഡയറക്ടേഴ്സാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ വിമൽ എന്ന് പറയുന്നത് എൻ്റെ നാട്ടിൽ ആലപ്പുഴയിൽ ചെറുപ്പം മുതൽ ഒരു ബാൻഡൊക്കെ ആയിട്ട് ഞാൻ ആദ്യമായിട്ട് ബാൻഡ് കാണുന്നത് വിമലിൻ്റെയൊക്കെ ബാൻഡാണ്, ബാക്ക് വാട്ടർ ബ്ലൂസ് എന്ന് പറഞ്ഞു. അപ്പം പിന്നെ പ്രകാശ് ലൈക്ക് എൻ്റെ 3 പടങ്ങളിലും വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഇഡിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്രകാശാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന അഡ്വർടൈസുകൾ മൊത്തം പ്രകാശാണ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ആത്മബന്ധമുണ്ട്. അപ്പോൾ പ്രകാശനാണ് 2016 ആദ്യത്തെ ഫോൾഡർ പ്രകാശിൻ്റെ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നു പുള്ളിയുടെ സിസ്റ്റത്തിൽ ഇതിൻ്റെ ആദ്യത്തെ പാട്ട് റെക്കോർഡിങ്ങിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം
പിന്നെ നിഹാൽ സാദിഖ് എന്ന് പറഞ്ഞാൽ ഇപ്പം മോഹൻലാൽ സിനിമ ലാലേട്ട എന്ന് പറഞ്ഞ പാട്ട് ചെയ്തിട്ടുള്ള നിഹാൽ സാദിഖ് ഉണ്ട്. പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മ്യൂസിഷ്യൻ. അപ്പോൾ എനിക്കൊരു ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹൃദയം പ്രണയത്തിലാകുന്ന 7 സ്റ്റേജസാണ് ഈ സിനിമ. അതായത് ഹുബ്, ഉൻസ്, ഇഷ്ക്, അക്കീദത്ത്, ഇബാദത്ത്, ജുനൂൻ, മൗത്ത്. അപ്പം ഈ 7 സ്റ്റേജസിനും ഒരു 7 സൗണ്ടിങ് വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ 3 മ്യൂസിക് ഡയറക്ടേഴ്സിനെ വെച്ച് ഒരു 18ഓളം സോങ് ഉണ്ട് ഈ സിനിമയിൽ ഞാൻ അത് ട്രൈ ചെയ്തിരിക്കുന്നത്. അത് ഇപ്പം നല്ല രീതിയിൽ റീച്ച് ഔട്ട് ആവുന്നുണ്ട്. ആ പാട്ടുകളൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ലിസ്റ്റിലാണ്. ഇന്നൊരു പാട്ട് 1 crore വ്യൂസായി. അപ്പം എല്ലാ പാട്ടുകളും ഇപ്പോൾ റിലീസ് സമയത്തൊന്നും അങ്ങനെ പാട്ടുകളൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് റീച്ച് ഔട്ട് ആവുന്നു. അപ്പം എൻ്റെ അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്തത് വർക്ക് എന്ന് തന്നെയാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് സിനിമയിൽ ഇപ്പോൾ ലിപ്സിങ്ക് എന്നുള്ളൊരു എലമെന്റ് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ സിനിമ കാണുമ്പോഴും ഫീൽ ചെയ്യുന്നത് പഴയ സിനിമകളുടെ ഒരുപാട് എലമെന്റ്സ് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ റെട്രോ എന്നുള്ളതിൻ്റെ ഫീല് കാണാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടും കൂടെയാണല്ലോ ആ സിനിമയിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഫസ്റ്റ്, അതായത് ആദ്യം കാണുമ്പോൾ തോന്നുന്ന പ്രണയം എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഒരാളോട് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അയ്യോ ഇത് ഇനി സിനിമയിൽ വർക്കാവോ എന്ന് ചിലപ്പോൾ ചോദിക്കാം. പക്ഷേ നമ്മൾ കൽബിൽ ആ എലമെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എലമെൻ്റ് ഉണ്ട്. ഇത്തരം എലമെൻറ്റ്സ് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ ഇത്തരം പഴയ സിനിമകളോടുള്ള സ്നേഹമാണോ അതോ ഇത് വർക്കാവും, ഓക്കെ ഈ എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് നിൽക്കും ഇപ്പോഴും സിനിമയിൽ പ്ലേസ് ചെയ്താൽ ആക്സെപ്റ്റ് ചെയ്യുന്ന തന്നെയുള്ള കോൺഫിഡൻസ്? ഉറപ്പായിട്ടും ഞാനത് വിശ്വസിക്കുന്നു. കാര്യം നമ്മൾ ആലോചിക്കും, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 7 സ്റ്റേജസ് എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ എല്ലാ ലൈഫിൽ ഇപ്പം ഹബ്ബ് നമ്മളൊരാളെ കാണും, അപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നും. 2 നമ്മൾ പർപ്പസ്ഫുള്ളി അല്ലാതെ നമ്മൾ അവിചാരിതമായി പല സ്ഥലങ്ങളിൽ വെച്ച് റിപ്പീറ്റായിട്ട് ഇവരെ കാണും. ചില 3ാമത് പ്രണയം സംഭവിക്കും, ഒരു പ്രണയിക്കുള്ള ഇഷ്ടമാണ് എന്ന് തോന്നും. അത് കഴിഞ്ഞ് ഒരു ചെറിയ ഈ ഇഷ്ടം ഒരു ബ്രേക്കപ്പ് ഉണ്ടാവും, ചെറിയ പ്രശ്നങ്ങളാണ്. രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളാണ്, അവർ ഒരുമിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. അവിടെ ബ്രേക്കപ്പ് ആയി പോയി കഴിഞ്ഞാൽ പോയി. പക്ഷെ പിന്നെ തിരിച്ചു വന്നാൽ ഇബാദത്താണ്, ആരാധനയാണ്. അവരുടെ എല്ലാത്തിനോടും നമുക്ക് ആരാധന തോന്നും. ആ ആരാധന പിന്നെ ഹൃദയത്തിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആ ഹൃദയം നിൽക്കണം. അതാണ് മൗത്ത്, അതാണ് അവസാനത്തെ സ്റ്റേജ്. അപ്പം ഞങ്ങൾ ഈ സിനിമയിൽ 8ാമത് സ്റ്റേജ് കൂടി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ആണ് സിനിമയുടെ കീ. ഞങ്ങളുടെ സിനിമ കൊണ്ട് ഞങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഇത് തന്നെയാണ് ടോട്ടാലിറ്റി എല്ലാ പ്രണയങ്ങളും. ഇതൊരിക്കലും നമ്മുടെ സൂഫി ഫിലോസഫി എന്ന് പറയുന്ന നായകൻ താടിയും വളർത്തി അല്ലെങ്കിൽ ഗിറ്റാറും വെച്ചല്ല ഈ സിനിമ നരേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ഞങ്ങൾ ആ ഐഡിയ എടുത്തിട്ട് വളരെ ആലപ്പുഴയിലെ പ്രണയത്തെ ഒരു പാസ്പോർട്ടായിട്ട് കാണുന്ന മാത്രം, അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ കൂടെ പഠിച്ച പല ആളുകളിൽ നിന്ന് UK, നോർവേയിലൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫോറിനറിനെ മാരി ചെയ്യുക, ഈ നാട് വിട്ട് പോവുക എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു ക്രൗഡാണ് അവർ. അപ്പം അങ്ങനെ ഒരാൾക്ക്, അങ്ങനെ പ്രണയത്തെ ഒരു പാസ്പോർട്ടായിട്ട് കാണുന്ന ഒരാൾക്ക് ഒരു പ്രണയം വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതായിരുന്നു ഞങ്ങളുടെ ഇനിഷ്യൽ തോട്ട് ഖൽബിൻ്റെ. അപ്പം അതിനകത്ത് എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളത് നമ്മൾ ആലോചിച്ചിരിക്കുന്നത്. അപ്പം നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് ഈ ജനറേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ആലോചിക്കുക, ഈ ഓൺലൈനിൽ ഈ പറയുന്ന പ്രണയം എന്നും ക്ലീഷേ തന്നെയാണ്. നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ കാമുകിയോട് സംസാരിക്കുന്നത് ഒരു മൊബൈലിൽ ഒരു സൈഡിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ഒരാൾ ഒന്ന് റെക്കോർഡ് ചെയ്യുന്നത് ഒരു 10 മിനിറ്റ് സംസാരിച്ചിട്ട് ചുമ്മാ നോക്ക്, നമുക്ക് അങ്ങനെ തോന്നത്തുള്ളൂ, നമ്മൾ അങ്ങനെ സംസാരിക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ ഈ ഓൺലൈനിൽ ഇതിനെ അങ്ങനെ പറയുന്നൊരു ക്രൗഡെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ നീഷ് ക്രൗഡാണ്. അവർക്ക് എന്തും പറയും, അവർക്ക് ആ റിയാലിറ്റി അല്ലെങ്കിൽ ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഇപ്പോൾ അതിനെ വേറെ രീതിയിൽ കാണാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഒരു മനോഭാവമായിരിക്കും. പക്ഷേ യഥാർത്ഥ പ്രണയം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വികാരമാണ് പ്രണയം. കൽബ് ഒരിക്കലും പറയുന്നത് കാൽപ്പോയും തുമ്പിയും തമ്മിലുള്ള പ്രണയം മാത്രമല്ല, കാൽപ്പോയും ഡാഡോയായിട്ടുള്ള ഹൃദയങ്ങളുടെ കൽബിൻ്റെ ബന്ധമുണ്ട്, കാൽപ്പോയും സൂറാത്ത എന്ന് പറഞ്ഞ ലേഡിയായിട്ടുള്ള ബന്ധമുണ്ട്, കാൽപ്പോട് അപ്പായും അപ്പുറത്തെ ട്രീസാമയായിട്ടുള്ള ബന്ധമുണ്ട്, കാൽപ്പോയും ഫ്രണ്ട്സും തമ്മിലുള്ള ബന്ധമുണ്ട്, തുമ്പിയും തുമ്പിയുടെ ഉമ്മയായിട്ടൊരു ബന്ധമുണ്ട്. ഇപ്പം ഇതിനകത്ത് വില്ലൻ അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന സൈഫുദ്ദീനും തുമ്പിയോട് വളരെ ആത്മബന്ധമുണ്ട്. മനസ്സിലായില്ലേ? ഈ ബന്ധങ്ങളുടെയൊക്കെ ഒരു കെട്ടുവിളഞ്ഞ ഖൽബാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് മുമ്പ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എഴുത്തിലോട്ട് വന്നു ഇപ്പം കൽബും തുമ്പിയായിട്ടുള്ള പ്രണയത്തിൽ ഏറ്റവും വരുന്നത് ഈ പോയറ്റിക് ആയിട്ടുള്ള ഈ പറയുന്ന പ്രണയത്തിൻ്റെ ഈ സ്റ്റേജസ് എന്ന് പറയുന്ന രീതിയിൽ ഡയലോഗ്സ് വരെ ഭയങ്കര പോയറ്റിക് ആയിട്ടാണല്ലോ. അതിൻ്റെ ഒരു പേ ഓഫ് ക്ലൈമാക്സും വരുന്നുണ്ട്. എഴുത്ത് ഇതിലേക്ക് വരുന്നത് ഈ കാൽപ്പനികത ഇതെങ്ങനെയാണ് ഇപ്പം അതിൻ്റെ കോറൈറ്ററുണ്ട് സുഹൈൽ കോയ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലിറിക്സിസ്റ്റാണ്. ഇപ്പോൾ പ്രേമിൽ ഇവിടുത്തെ വലിയ വലിയ ഹിറ്റ് പാട്ടുകളിലേക്ക് റൈറ്ററാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. എൻ്റെ ഫാദറും സുഹൈലിൻ്റെ ഫാദറും ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പം ചെറുപ്പം സുഹൈൽ എന്ന് പറയുന്ന ഒരാളുടെ തോട്ടം എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു UK പോയി ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അവിടെ ഒരു 10 വർഷം വർക്ക് ചെയ്ത് അവർ ഇൻ്റർനാഷണൽ എല്ലാ ലോകങ്ങളും സഞ്ചരിച്ച് അതിനുശേഷം അതെല്ലാം ബ്രേക്ക് ചെയ്ത് ഡൽഹി ജാമ്യയിൽ പോയി അവിടെ പോയി
ഉറുദു പഠിച്ച് ഇവിടെ ഒരു ലിറിക്കൽ സൈഡിലേക്ക് വന്നു. അപ്പോൾ സുഹൈലിൻ്റെ തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സിനിമാറ്റിക് പോയിന്റ് ഓഫ് വ്യൂയും സുഹൈലിൻ്റെ ഒരു പോയറ്റിക് തോട്ടുമാണ് ഞങ്ങളുടെ ഒരു പവറിന് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു ക്ലബിങ് ഇപ്പോൾ സുഹൈലാണ് ഇപ്പോൾ ഇങ്ങനൊരു 7 stages ഓഫ് ലവ് നറേറ്റീവ് എന്ന് പറയുന്നത്. ഐഡിയ ഉറപ്പായിട്ടും ആ ഐഡിയ സജിത നമുക്ക് ഇങ്ങനെ സംഭവം ഉണ്ട്. അപ്പം സജിത ഒരു ഹൃദയം അപ്പം എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് വായിക്കുന്നതോ അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല. അപ്പം പുള്ളി അത് പറഞ്ഞു കേൾക്കുമ്പോൾ ഇത് കൊള്ളല്ലോ, ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം, ഇത് നമുക്ക് സിനിമാറ്റിക്കലി നമുക്ക് ഹബ്ബ്, അട്രാക്ഷൻ ഇല്ലെങ്കിൽ ആകർഷണം എന്ന് എഴുതി കാണിച്ച് നമുക്ക് അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പം അത് കൊള്ളാം, ഒരു 7 chapter ആക്കാം. അപ്പം 7 chapter ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്ലൈമാക്സ് ആകുമ്പോൾ എഡിറ്റർ സജസ്റ്റ് ചെയ്യുന്നത് ഇക്ക അവസാനം നമുക്കൊരു അപ്പോൾ ഓക്കെ സ്ഥലമുണ്ട് അതിജീവിതം ഇല്ലെങ്കിൽ ഹയാത്ത്, അവിടെ നമുക്ക് എൻഡ് ചെയ്യാം. അങ്ങനെ ഞാൻ പറയട്ടെ, ഇത് ഒരുപാട് ആളുകൾ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഇപ്പം എൻ്റെ അസിസ്റ്റൻസ്, അസോസിയേറ്റ്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ സജഷനിൽ രൂപപ്പെടുന്നൊരു സംഭവമാണ്, മനസ്സിലായല്ലേ? അപ്പോൾ അതിലിപ്പം ഒരാളെന്ത് കാര്യം പറയുമ്പോൾ ഞാൻ ഒരു 10 പ്രാവശ്യം ആലോചിക്കും, ഞാൻ പറയുന്നത് എന്ത് അത് മണ്ടത്തരമാണെങ്കിൽ പോലും ഞാൻ ആലോചിക്കും. എന്നിട്ട് എനിക്ക് തോന്നിയാൽ ഓക്കെ, ഇല്ലെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞു, അത്രേ ഉള്ളൂ. കെമിസ്ട്രിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പിനേഷൻ കെമിസ്ട്രി വർക്ക് അല്ലെങ്കിൽ സിനിമ തന്നെ നിൽക്കില്ല എന്നുള്ള സ്റ്റേജ്. അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഒരു പ്രണയം കാണിക്കുമ്പോൾ എന്തായിരുന്നു ഇതിന്റെ പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ ഓൺ ക്യാമറ ഷൂട്ട് ചെയ്യേണ്ട ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ? പ്രിപ്പറേഷൻ എന്ന് പറയുക, ഇപ്പം ഞാൻ രഞ്ജിത്ത് ടോട്ടാലിറ്റി ഇവിടെ ജനിച്ചൊരു പയ്യനല്ല. പുള്ളി ഞാൻ ജനിച്ചു വളർന്നതും വന്നെല്ലാം ദുബായിലാണ്. അപ്പം പുള്ളിയുടെ എല്ലാത്തിലും ഒരു സംസാരത്തിലൊക്കെ ഒരു പ്രോപ്പർ, ഇപ്പം നമ്മളൊരു ഡയലോഗ് കൺവിൻസ് ചെയ്യുന്ന ആക്ടർ ഡെലിവർ ചെയ്യുമ്പോഴാണല്ലോ. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നെസ്ലിന് ഇപ്പോൾ ഒരു ഡയലോഗ് ഡെലിവർ ചെയ്യുന്നത് അതിനകത്ത് ഭയങ്കര നമുക്കൊരു റിയലിസ്റ്റിക് സംഭവം ഫീൽ ചെയ്യും. രഞ്ജിത്ത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ സിനിമയാണ്. ഇല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് വന്നിട്ട് നമ്മൾ അദ്ദേഹത്തിന് ഒട്ടും പരിചിതമല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്യുകയാണ്. ആലപ്പുഴ പോലത്തെ ബീച്ച് സൈഡിൽ ഇല്ലെങ്കിൽ വളരെ ലോക്കലായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളിലേക്ക് നമ്മൾ ചെയ്യണം. അപ്പോൾ അത് ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മളിപ്പം ഇതിൻ്റെ ഓരോ സീക്വൻസുകളും നമ്മൾ പ്രോപ്പറായിട്ട് ഇവരെ കൊണ്ട് ഡയലോഗ്, പക്ഷെ ഇവരെല്ലാം രണ്ടുപേരും പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുന്ന ആൾക്കാരാണ്, പെട്ടെന്ന് പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവർ രണ്ടുപേരും ആ ഡയലോഗുകൾ മൊത്തം പഠിക്കുകയും നമ്മൾ ഓരോ സീക്വൻസുകളും ഇപ്പോൾ നമ്മൾ ആലപ്പുഴയ്ക്ക് ഓരോ ഫോട്ടോ ചില പല സ്ഥലങ്ങളിൽ പോയി നമ്മൾ ചെറിയ ക്യാമറ വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്യും. പിന്നെ അബു ആയക്കുളത്തിനെ പോലത്തെ നമ്മുടെ ഈ ട്രെയിനേഴ്സ് അവർക്കൊരു 4-5 ദിവസം ഇവർ രണ്ടുപേരെയും ഈ ഫ്രണ്ട്സിനെ മൊത്തം ക്ലബ് ചെയ്തൊരു വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ ഷൂട്ടിങ് നമുക്കിത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസിലോട്ട് നമ്മളെത്തുന്നത്. പിന്നെ അവർ രണ്ടുപേരും, ഇപ്പോൾ രഞ്ജിത്താണെങ്കിലും നേഹയാണെങ്കിലും അവരുടെ 2ാമത്തെ സിനിമയിൽ ഇവിടെയുള്ള ഏത് മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റിനെയും ബെറ്ററായിട്ട് പെർഫോം, കാരണം അവരുടെ ഇപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ ഫസ്റ്റ് സിനിമയിലും 100% ബെറ്ററായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അവർ ഇനിയും മോൾഡ് ചെയ്യപ്പെടുമെന്നും ഇനിയും ഇൻഡസ്ട്രിയിൽ വലിയ താരങ്ങളായി മാറും എന്ന് എനിക്ക് ഉറപ്പാണ്. കാര്യം അത്രത്തോളം ഹാർഡ് വർക്കുള്ള അവരത് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും, പമ്പി ആണെങ്കിലും കാർത്തിക് ശങ്കർ ആണെങ്കിലും ചൂടില്ല അവരാണെങ്കിലും അബു സലീം ആണെങ്കിലും ഇവർക്ക് ജസ്റ്റ് ഈ റീലിലും ഷോർട്സിലും വരുന്ന ആളുകളാണ്. പക്ഷെ അവർ ഭയങ്കര കോൺഫിഡൻസ് ആണ്, അവർ പെട്ടെന്ന് കാര്യങ്ങൾ പിക്കപ്പ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഇനിയും നല്ല സിനിമകളുടെ ഭാഗമാവുമെന്നും ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ OTT പിച്ച് നടക്കുമ്പോൾ ഇപ്പോൾ തിയേറ്റർ ടു OTT എന്നുള്ളതിൻ്റെ ഒരു യാത്ര ഉണ്ടല്ലോ, നിങ്ങളുടെ ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾ OTTയിൽ ഈ ബൂം സംഭവിക്കുന്ന എക്സ്പെക്റ്റഡോ അങ്ങനെ? അല്ല, ഒരിക്കലും ഞാൻ പറയട്ടെ, ഇപ്പം ഈ സിനിമ OTTയിൽ വന്ന ശേഷം പല ആളുകളും പല സ്ഥലത്തും പറയുന്നുണ്ട് ഇത് റിവ്യൂ ചെയ്ത് കുളവാക്കിയ സിനിമയാണ്. ഒരിക്കലും അല്ല. ഇതൊരിക്കലും ഒരു റൂമിനകത്തിരുന്ന് ഒരു മാനസിക വൈകൃതമുള്ള ഒരാളിരുന്ന് അയാൾക്കുള്ള വിവരക്കേടെന്തെങ്കിലും പറഞ്ഞിട്ട് അതുകൊണ്ട് ജീവിക്കാൻ നിൽക്കുന്ന ഒരുത്തൻ ഒരു വീഡിയോ ഇട്ടെന്നും പറഞ്ഞിട്ട് സിനിമയോട് നശിക്കത്തില്ല, ഒരു സിനിമയോട് ഇല്ലാണ്ടായില്ല. ഇത് അങ്ങനെ ഒരു റിവ്യൂ, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അതിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇത് കാണുന്ന പ്രേക്ഷകരിൽ നിന്ന് വരണം. ഇപ്പോൾ ഈ OTTയിൽ നിന്ന് വരുന്ന പോലെ അന്ന് ഈ കൽബ് എന്ന സിനിമ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ദിവസം ഒന്ന് ആലോചിച്ച് നോക്കുക. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് കഴിഞ്ഞ ജനുവരി 12-ാം തീയതി റിലീസ് ചെയ്യുന്നത്. അപ്പം അതിന് 2 ആഴ്ച മുമ്പ് വിജയബാബു വിളിച്ചു പറഞ്ഞു, സജിത് നമുക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഓസ്ലറാണ്, സോ ഒരു വലിയ പടവും കൽബും, ആൾക്കാർക്ക് 2 ചോയ്സ് ഉണ്ടാവും, അതിനകത്ത് മമ്മൂക്കായും ജയറാമേട്ടനൊക്കെ നമ്മൾ അടിപൊളി, നമുക്ക് മിഥുൻ്റെ പടമാണ്, നമുക്ക് ഇറക്കാം. ഞങ്ങൾ റിലീസിൻ്റെ ടൈം ആകുമ്പോഴാണ് അന്ന് ധനുഷിൻ്റെ ക്യാപ്റ്റൻ മില്ലറുണ്ട്, അന്ന് ശിവകാർത്തികേയൻ്റെ സിനിമയുണ്ട്, അന്ന് വിജയ് സേതുപതിയുടെ ഹാപ്പി ക്രിസ്മസ് ഉണ്ട്, ഹനുമാൻ എന്ന് പറഞ്ഞ കന്നഡ സിനിമയുണ്ട്, 2 ഇംഗ്ലീഷ് പടമുണ്ട്. ഒരു സാധാരണ 100 രൂപ മുടക്കി സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകൻ്റെ 8ാമത്തെ ഓപ്ഷനാണ് കൽബ്. അവിടെ ഞങ്ങൾക്ക് ആകപ്പാടുള്ളത് രാവിലത്തെ 11 മണിക്കെത്തിയും 10 മണിക്കത്തെ ഷോയാണ്. ബ്രൂ പോവോ, കൽബ് എന്ന രഞ്ജിത്ത് സഞ്ജീവും നെസ്നയും സാജിദയും ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് രാവിലത്തെ 10 മണിക്കത്തെ ഷോയ്ക്ക് പോകും. ആ സിനിമയ്ക്ക് ആളില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ ഒട്ടുമിക്ക മെയിൻ സെൻറ്ററുകളിലെല്ലാം ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഇല്ല.
ഒരു സിനിമ ഇവിടെയുള്ള ബ്ലോക്കേഴ്സ് സിനിമകൾ പലതും പണ്ട് ഇപ്പം അനിത്യപ്രാവ് പോലെ ഇല്ലെങ്കിൽ ഏതാണ് ഗോഡ് ഫാദർ പോലുള്ള സിനിമകളെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആദ്യത്തെ ഒരാഴ്ച ആളില്ല, അടുത്ത ആഴ്ച 2 പേര് കണ്ടു, അത് 3 ആയി, 10 ആയി, 1000 ആയി, ഇവിടുത്തെ ഏറ്റവും വലിയ ബ്ലോക്ക്ബസ്റ്ററായി. അങ്ങനെ മൗത്ത് ഓഫ് സിനിമ. അപ്പം ഞാൻ പറഞ്ഞത് ഈ പറയുന്ന റിവ്യൂസ് എന്ന വിഭാഗം പറയുന്ന സിനിമയെ അവർ മോശം പറഞ്ഞപ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള റിവ്യൂസ് വരാനുള്ള ഷോസ് കേരളത്തിൽ നടന്നിട്ടില്ല. ഇത് കാണണ്ടേ, കണ്ടാലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഓക്കെ, ഒരു പടം ഒരാഴ്ചക്കുള്ളിൽ തിയേറ്ററിൽ നിന്ന് മെയിൻ സെൻറ്ററിൽ നിന്ന് മാറുകയും ചെയ്തു. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ഇപ്പം എന്നെപ്പോലെ ഇപ്പം ഒരു മീഡിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടും സിനിമാ പ്രാന്തം പോലത്തെ ഒരു പേജ് ഉള്ളതുകൊണ്ടും ഞാനും എൻ്റെ ഓഫീസിലെ ആളുകളും കേരളത്തിലുള്ള എല്ലാ തിയേറ്ററുകളിൽ പോവുക, അവിടെ നിന്ന് ബൈറ്റ് എടുക്കുക, അത് പ്ലേസ് ചെയ്തിരിക്കുന്ന സമയത്ത് പക്ഷേ ഇത് തൊട്ടടുത്ത ആഴ്ച അടുത്ത വലിയ സിനിമകൾ വരുക, മലയാള സിനിമകൾ ലൈക്ക് പ്രേമലു പോലത്തെ, ഇല്ലെങ്കിൽ ഏതാണ് ഇതൊന്ന് പിക്കപ്പ് ചെയ്ത് വരുമ്പം മനസ്സിലായി, ഇല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് സിനിമ വരുവാണ്, പിന്നെ എവിടെയാണ് ഞങ്ങൾക്ക് സ്പേസ് കിട്ടുന്നത്? ഞാൻ പറഞ്ഞ ഒരിക്കലും റിവ്യൂസ് അല്ല, ഇവിടെ അന്യഭാഷ ചിത്രങ്ങൾ ഇവിടെ അവർ കാണുന്ന അവരുടെ തേർഡ് മാർക്കറ്റാണ്. അതായത് ഓക്കെ ഒന്ന് ഡബ് ചെയ്ത് ഇറക്കി ആ കേരളത്തിൽ നിന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടർ കൊടുത്തതിന് കുറച്ച് ആ സൈഡിൽ ഇല്ലാണ്ടാകുന്നത് കൽബ് പോലെ. ഇപ്പം റിവ്യൂകളുടെ ബേസിലാണെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ അടിക്കേണ്ടത് പല്ലുട്ടി എന്ന സിനിമയല്ല, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത. കാര്യം ആ സിനിമയ്ക്ക് ഈ പറഞ്ഞ ആരെങ്കിലും മോശം പറഞ്ഞു, എല്ലാവരും ഗംഭീര സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് സിനിമയ്ക്ക് വന്ന കളക്ഷൻ? ആ സിനിമയ്ക്ക് പോലും ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴോ ഇല്ലെങ്കിൽ ഖൽബ് ഡയറക്റ്റ് ചെയ്തപ്പോഴോ ഇല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു പോയിന്റിലും അല്ല, ഞാൻ കഷ്ടപ്പെട്ടത് ആ തിയേറ്ററിൽ റൈറ്റ് ടൈം ഷോ കിട്ടാൻ വേണ്ടിയാണ്. എനിക്കൊരു ഫസ്റ്റ് ഷോ തരുമോ, എനിക്കൊരു സെക്കൻഡ് ഷോ തരുമോ എന്ന് ഇവിടെയുള്ള കേരളത്തിലെ എല്ലാ തിയേറ്ററിലും വിളിക്കാനാണ്. സപ്പോർട്ട് ചെയ്ത തിയേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ മുക്കത്തെ ഒരു തിയേറ്റർ ഖൽബിന് 5 ഷോ ഇടുന്നുണ്ട് അവർ ഒരു ദിവസം. ആ സമയത്ത് മനസ്സിലായില്ലേ, ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഈ പടം അവിടെ വർക്കാവും, എല്ലാ ഹൗസ്ഫുൾ ഷോസ് വരുന്നു. അപ്പം ഈ അഭിപ്രായങ്ങൾ എന്ന് പറയുന്ന ബയസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായങ്ങളെ ഓവർകം ചെയ്യാനുള്ള മറു അഭിപ്രായങ്ങൾ വരാൻ അത് കാണേണ്ട യഥാർത്ഥ പ്രേക്ഷകർക്ക് ഷോ കിട്ടിയിട്ടില്ല. അതാണ് കൽബിൻ്റെ പരാജയത്തിൻ്റെ വിഷയം. അല്ലാതെ ഒരിക്കലും ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഇരുട്ട് റൂമിൽ ഇരുന്ന് മറ്റേ ഫാൻസി ഡ്രസ് നടത്തുന്ന ആൾക്കാർ വിചാരിച്ചാൽ ഒരു സിനിമയും മലയാളത്തിലുള്ള ഒരു കലയും ഇല്ല ഒരു മനുഷ്യനെയും ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. ഇപ്പം ഈ CP എന്ന് പറഞ്ഞൊരു സ്ഥാപനം, സിനിമാ പ്രാന്തൻ്റെ ഏതാണ്ട് മൂവി പ്രൊമോഷൻ എന്നൊക്കെ ഉള്ളതിൻ്റെ തുടക്കം സ്റ്റേജിൽ മീഡിയ കമ്പനിയായിട്ട് ആകെ നിലനിൽക്കുന്ന ഒരു ചുരുക്കം ചാനൽ തന്നെ ഒന്നാണ് സിനിമാ പ്രാന്തൻ. നമ്മളൊക്കെ അന്ന് തൊട്ട് ഫോളോ ചെയ്യുന്ന CP എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ. ഇപ്പം മൂവി പ്രൊമോഷൻ ഇപ്പോൾ അതൊരു ആദ്യം ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പം അതൊരു ഇവൻ്റായി അങ്ങനെ ഒരു വേറെ തന്നെ ഒരു ഡൈനാമിക്സിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ്. എന്താണ് ഇപ്പോൾ മൂവി പ്രൊമോഷൻ ഇപ്പോൾ ആക്ടേഴ്സിനെ സംബന്ധിച്ച് അത് ഭയങ്കര അതായത് അത് തീരെ ഒരു ഭയങ്കര ട്രോമയായിട്ട് പോലും മാറുന്ന രീതിയിൽ മൂവി പ്രൊമോഷൻ്റെ ഒരു സൈഡ് പോകുന്നുണ്ട്. മൂവി പ്രൊമോഷൻ ഇപ്പോൾ ഒരു ആംഗിളിലേക്ക് പോകുന്നതിൻ്റെ ഒരു പേഴ്സണൽ ഒരു പെർസ്പെക്റ്റീവ് എന്തായിരിക്കും സാധ്യതൻ്റെ? അതല്ല, ഇപ്പം നേരത്തെ ഇപ്പം നമ്മളിപ്പം സിനിമാ പ്രാന്തൻ 2009-2008 സിനിമാ പ്രാന്തൻ്റെ ആദ്യത്തെ വേർഷൻ, കേരള സ്പോട്ട്ലൈറ്റ് എന്നായിരുന്നു പേര്. ആ സമയത്ത് ഞാൻ ഒരുപാടുപെട്ട എല്ലാവരെയും ഒരു 0484 നമ്പർ ഹലോ ഐ എം കോളിംഗ് ഫ്രം കേരള സ്പോട്ട്ലൈറ്റ്, നിങ്ങൾക്ക് സിനിമകൾ ഓൺലൈനിൽ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ? അപ്പോൾ അവിടെ ഒറ്റ ഉള്ളൂ, ഇല്ല, കട്ട് ചെയ്യും. ഇവിടെയുള്ള എല്ലാ പോസ്റ്റർ ഡിസൈൻ കമ്പനി വളരെ ചെറിയ ആൾക്കാരേ ഉള്ളൂ, 2-3 ബിഗ് ഗെയിംസേ ഉള്ളൂ. അവരെ വിളിക്കും, സാർ നിങ്ങളുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമുക്ക് ആദ്യമായിട്ട് ഓൺലൈനിൽ കാണിക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, കട്ട് ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആഷുക്ക് പോകുന്ന ഡയറക്ടർ സിനിമകൾ ഓൺലൈനിലൂടെ വളരെ മനോഹരമായി പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയത്. ഓൺലൈൻ ഫ്രണ്ട്ലി ആയ പോസ്റ്റർ, ഡാഡി കൂള് പോലത്തെ ഇല്ലെങ്കിൽ സോൾട്ട് ആൻഡ് പെപ്പർ പോലത്തെ സിനിമകളോട് അതൊരു അങ്ങനെ ഒരു റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ആൾക്കാർ ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഫിലിം ആക്ടേഴ്സ് എല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്താണ് സംഭവം? ഈ സമയത്ത് ഞാൻ ഓക്കെ ഇത് റൈറ്റ് ടൈമാണ്, നമുക്കൊന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാം. അപ്പം ഈ കേരള സ്പോട്ടിലിരുന്ന് മാറ്റിയിട്ട് സിനിമ പ്രാന്തൻ എന്നൊരു ക്യാരക്ടറിനെ ഉണ്ടാക്കി അതിനൊരു വേറൊരു തലം കൊടുത്തു. ഒരു പ്രാന്തൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് സിനിമയിൽ സംസാരിക്കുന്നത്. അപ്പം സിനിമാ പ്രാന്തൻ ഒരിക്കലും ഒരു സിനിമ റിവ്യൂയിങ് പ്ലാറ്റ്ഫോമോ ഇല്ലെങ്കിൽ ഞങ്ങളിതൊരു സിനിമയെക്കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല, ഞങ്ങളിതൊരു നെഗറ്റീവ് റിവ്യൂ ഒരു സിനിമയെക്കുറിച്ചും നടത്തിയിട്ടില്ല, ഒരു നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ഇല്ലെങ്കിൽ ഒരാളെ ഹേർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ന്യൂസ് ഞങ്ങൾ ഇട്ടിട്ടില്ല. കാരണം ഇത് പർപ്പസ്ഫുള്ളി അതിൻ്റെ ബേസിക് ഐഡിയ, കോർ ഐഡിയ എന്ന് പറഞ്ഞാൽ പ്രാന്തൻ്റെ ദ ബൂസ്റ്റ് സീക്രട്ട് ഓഫ് പ്രാന്തൻസ് എനർജി എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഒരു ചെറിയ സിനിമ, ഈ ചെറിയ ഇൻഡസ്ട്രിയെ ആകപ്പാട് ഒരു വർഷം 300-400 കോടി രൂപ ബിസിനസ്സുള്ള അല്ലെങ്കിൽ ഒരു ഷാറൂഖ് ഖാൻ അല്ലെങ്കിൽ ഒരു അമീർ ഖാൻ അല്ലെങ്കിൽ ഒരു സൽമാൻ ഖാൻ മൂവി ഈക്വൽസ് ടു ഹോൾ മലയാളം ഇൻഡസ്ട്രി ഒരു വർഷം ഒരു മൂവി ഈക്വൽസ് ടു അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നാണ് ഇന്ത്യ അറിയുന്നത്, ലോകം നേരിട്ടുകൊണ്ട് കണ്ടന്റുകൾ ഉണ്ടാകുന്നത്. ആ കണ്ടന്റുകളെ മാക്സിമം പ്ലസ് ബൂസ്റ്റപ്പ് ചെയ്യാൻ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പം ഇന്ന് ഈ വരുന്ന പല മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളും വളരെ എന്താ പറയുക, ഇപ്പം ആളുകൾക്ക് തന്നെ അതിനുള്ള വിശ്വാസം പോയി. ഇപ്പം ഈ പറയുന്ന റിവ്യൂസ്, ഇപ്പം ബുക്ക് മൈ ഷോ നിങ്ങൾക്ക് റിവ്യൂ കിട്ടാൻ പറ്റില്ലേ? നിങ്ങൾക്ക് കമൻസ്, ഇപ്പം നിങ്ങളിടുന്ന ഒരു വീഡിയോ യൂട്യൂബ് വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എത്ര വ്യൂ വേണമെന്ന് പറഞ്ഞാൽ മതി, നാളെ ആവും. നിങ്ങൾക്ക് എത്ര കമൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ മതി. ആ കമൻറ്റ് എന്ത് കൈൻഡ് ഓഫ് കമൻറ്റ് വേണം? വീട്ടമ്മയുടെ കമൻറ്റ് വേണോ? IT വേണോ? സ്റ്റുഡൻസിൻ്റെ കമൻറ്റ് വേണോ? അതും സെറ്റാണ്.
ഇപ്പം ഇവിടെയുള്ള ഏത് പ്ലാറ്റ്ഫോമും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആൾക്കാർക്ക് ഇത് ഒരു ഫേക്ക്നെസ് ആണെന്നും എല്ലാം അറിയാം, മനസ്സിലായി. അപ്പം ഈ ഒരു സിനിമ പ്രൊമോട്ട് എത്തിക്കലി ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കാര്യങ്ങൾ, കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പല സിനിമകളും മതത്തിൻ്റെ പേരിൽ ഇപ്പം ഇത് ചെയ്യാൻ പോകുന്നു, അങ്ങനെ ഓൺലൈനിൽ ഇപ്പം എന്നെ കൊല്ലാൻ പോകുന്നില്ല, പ്രശ്നം വന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഈ ന്യൂസ് ഓൺലൈനിൽ വായിക്കുന്ന വേറൊരു സ്ഥലത്ത്, ഇപ്പോൾ UP പോലും അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരാൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. അത് നമ്മുടെ ഇവിടെയുള്ള ആൾക്കുണ്ട്. കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം, ഇത്രയും രാഷ്ട്രീയ സപ്പോർട്ടിംഗ് ഉള്ളൊരു സ്ഥലം, അതിനകത്ത് ഇതുപോലത്തെ ഒരു മൂവി പ്രൊമോഷനിൽ കാണിക്കുന്ന വൃത്തികേടുകളൊക്കെ വേറൊരു ചർച്ച ചെയ്യപ്പെടുന്നത് വേറെ രീതിയിലാണ്. അപ്പം അതൊക്കെ നമ്മൾ വളരെ വളരെ ബാലൻസ്ഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണെന്ന് തോന്നുന്നു. ഞാൻ മീഡിയയിൽ നിന്നും കൂടെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസും ഉള്ളതുകൊണ്ടും കൂടെ ചോദിക്കുകയാണ്, നമ്മളെ ഏറ്റവും ഭയക്കുന്ന ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യം എന്നാണ് പറയുന്നത്, ഇപ്പോൾ തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ പോയിട്ട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് ഇപ്പോൾ ആളുകളെ ഭയങ്കരമായിട്ട് ട്രൊമറ്റൈസ് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെയാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാം നമ്മൾ തുറന്നു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ട്രോമറ്റൈസിങ് ആയി നമുക്ക് തോന്നുന്നൊരു കാഴ്ച ഇതാണ്. അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറി ചെല്ലുക, ഒരു ബാരിയറും ഇല്ലാതെ അത് പൊളിച്ച് കയറി ചെല്ലുന്നു, അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിൻ്റെ തമ്പ് എന്ന് പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് തമ്പ് കൊടുക്കുന്നു എന്ന രീതിയിലുള്ളത്. ഇതിൻ്റെ മൂവി പ്രൊമോഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തൊരു മീഡിയ എന്നുള്ള രീതിയിൽ ഇപ്പോൾ പോകുന്നൊരു പോക്ക്, നമുക്ക് ഇങ്ങനെ പോകുന്ന ഒരു പോക്കിൽ ഈ ബാരിയർ എല്ലാം പൊളിച്ച് ആൾക്കാർക്ക് ഒരു ഫ്രീഡം ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകാൻ അങ്ങനെ ഒരു കാരണമാവുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഉറപ്പായിട്ടും. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു കേരളത്തിൽ എല്ലാ ഹോട്ടലിലും പോയിട്ട് നിങ്ങളൊരു ബിരിയാണി കഴിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ആ ബിരിയാണി കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒച്ചത്തി പറഞ്ഞു കഴിഞ്ഞാൽ, 2 ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 150 രൂപ അല്ലെങ്കിൽ 1000 രൂപ കിട്ടുമെങ്കിൽ ഇവിടെയുള്ള ഹോട്ടലുകളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അതാണ് യൂട്യൂബ് ഇല്ലെങ്കിൽ ഇവിടുത്തെ പ്ലാറ്റ്ഫോമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോൾ അതിനെ ഏറ്റവും വൃത്തികരമായിട്ട് പ്ലേസ് ചെയ്യുക. ഇപ്പം ഖൽബിൻ്റെ റിവ്യൂ നിങ്ങൾ നോക്കിയോ, യൂട്യൂബിൽ ഖൽബ് റിവ്യൂ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ക്ലൈമാക്സ് കാണാതെ ഇറങ്ങിപ്പോയി. ആക്ച്വലി അയാൾ പറയുന്നത് എനിക്കത് കാണാനുള്ള മാനസിക ശക്തി ഇല്ലായിരുന്നു, ഞാനങ്ങ് കരഞ്ഞുപോയി. അതാണ് ഇപ്പം പിന്നെ ഇതെങ്ങനെ സഹിക്കും ഈ പടം? ആക്ച്വലി കമൻറ്റ് നോക്കുമ്പോൾ അയാൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നാണ്. ഇങ്ങനത്തെ പോസ്റ്റുകൾ, ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൊബൈൽ ഒരു മാധ്യമം നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പം ഒരു നായിക ഇല്ലെങ്കിൽ ഒരു നടി ഒരു സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ ക്യാമറ ഏത് ആംഗിൾ വെക്കുക, ഇല്ലെങ്കിൽ അവരെങ്ങനെ ഫോളോ ചെയ്യുക, ആ വീഡിയോ ഇടുന്ന ആൾക്കാർ ആലോചിക്കുക, അവർക്കും വീട്ടിലൊരു പെങ്ങളുണ്ട് ഇല്ലെങ്കിൽ അമ്മയുണ്ട്, ഈ കാശ് കൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളത്, ഈ ഇടുന്ന ഈ ചെറിയ കാശിൽ ഈ റീച്ചും ഉണ്ട്. അത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ചെയ്യുന്ന മീഡിയാസ്, ഇപ്പം പല മീഡിയാസും ഒരു വിഭാഗം ആർട്ടിസ്റ്റുകൾ അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരാദ്യം നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ഈ പരിപാടിയോടെ നിൽക്കും, മനസ്സിലല്ലേ? അവരൊരു 3 ഈ വീഡിയോസിനെതിരെ ഇവിടെ ഒരു റിപ്പോർട്ടോ ഇല്ലെങ്കിൽ ഒരു കേസ് കൊടുത്തതിനാൽ ഈ കുറേ ആൾക്കാർക്ക് അത് ഭയങ്കര ഗുണം ചെയ്യും. പക്ഷേ പല ആളുകളും ഇതിനെ അവരുടെ മാർക്കറ്റിംഗ് പോയിന്റ് കണ്ടു തുടങ്ങുന്നത് നമ്മളിപ്പോൾ ബോംബെയിലൊക്കെ പല പണ്ട് കണ്ടുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഇവിടെ ഭയങ്കര കൾച്ചർ ഇവിടെ ഭയങ്കരമായിട്ട് കൂടുകയാണ്. റിവ്യൂയിങ് സിസ്റ്റം ഇപ്പോൾ CP പോലൊരു പ്ലാറ്റ്ഫോമിന് റിവ്യൂയിങ് സിസ്റ്റത്തിന് എന്താണ് അതിൻ്റെ ഒരു സ്ഥാപകൻ എന്നുള്ള രീതിയിൽ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? നിങ്ങൾക്ക് ബയസ്ഡ് ആവാതിരിക്കാനാണ് നോക്കുന്നത് ഉറപ്പായിട്ടും ബയസ്ഡ് ആവാം. പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ ഏത് രീതിയിലാണ്? ഒരു നെഗറ്റീവ് റിവ്യൂ വരരുത് എന്നുള്ളൊരു ഈ ചിന്തയും കൂടെ. അല്ല, നെഗറ്റീവ് റിവ്യൂ എന്ന് ഇപ്പം നിങ്ങൾക്ക് ഏത് സിനിമയും ആർക്കും വിമർശിക്കാം, അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. പക്ഷേ നമ്മൾ ആലോചിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഖൽബിൻ്റെ റിവ്യൂ നമുക്ക് പറയാം. ഓക്കെ, ആക്ച്വലി ഇവിടുത്തെ ഭയങ്കര റിവ്യൂറിന് സ്വയം വിശ്വസിക്കുന്ന ഒരു റിവ്യൂറുണ്ട്, ലെൻസ്മാൻ. ഓക്കെ, ലെൻസ്മാൻ്റെ റിവ്യൂ ആണ് ഇവിടുത്തെ പല പ്ലാറ്റ്ഫോമുകളും അവരുടെ പ്രിയോറിറ്റി ആയിട്ട് കാണുന്നത്. അയാളെ പോലത്തെ ഒരാൾ എന്ന് പറഞ്ഞാൽ ഖൽബ് എഴുതിയ റിവ്യൂ ആണ്. ഓക്കെ, ആ സിനിമയുടെ ആക്ഷൻ കൊള്ളില്ല, സന്തോഷം, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും, മ്യൂസിക് കൊള്ളില്ലായിരിക്കാം, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം, ഭയങ്കര ഓവറായിട്ട് തോന്നി, ഒക്കെ ശരിയായിരിക്കാം. പുള്ളി അതിനകത്ത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലായിട്ട് എഴുതിയിരിക്കുന്നത്, ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബാക്കിൽ കുറച്ച് കുട്ടികൾ മാത്രം 10 വരെ കണ്ടുണ്ടായിരുന്നു. അവരിൽ കുറച്ച് കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല, കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെ സാധനം എഴുതിയിരിക്കുന്നത്. അതെന്താണ് എനിക്ക് മനസ്സിലായില്ല. എന്താണ് ആ പോയിന്റ് കാര്യം? എന്താണ് ആ റിവ്യൂവിൽ? ഇപ്പോൾ പറഞ്ഞോ പുള്ളിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല, സിനിമ മോശമാണ്, സിനിമയിൽ പുള്ളിയുടെ തോട്ട് പ്രോസസ് എല്ലാം, ഞാൻ പടം ചെയ്യേണ്ട ആളെല്ലാം ഓക്കെ, നോ പ്രോബ്ലം, അയാൾ ചെയ്താണ്. പക്ഷേ ഇത് ഇയാളെപ്പോലത്തെ റിവ്യൂർ, ഞാൻ അദ്ദേഹത്തിന് 10 പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തില്ല. ഞാൻ ബ്രോ എനിക്ക് സംസാരിക്കണം, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ്, റിപ്ലൈ ഇല്ല.
ഇപ്പം ഇയാളെ പോലത്തെ ആളുകൾ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ പൊളിച്ചെഴുതിയപ്പോഴത്തെ സമയം കഴിഞ്ഞു, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ അതിനകത്ത് കിട്ടേണ്ട എല്ലാ എക്സൈറ്റ്മെൻറ്റും എല്ലാ എൻ്റർടൈൻമെൻറ്റും എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനിയും ഇത് തന്നെ കേട്ട് എനിക്കറിയില്ല. പിന്നെ ഇപ്പം നാളെ ഇപ്പം എനിക്ക് നാളെ വേറൊരു സിനിമയ്ക്കും ഇപ്പം ഇതുപോലെ എന്നെ പോലെ തന്നെ ഇപ്പം സഹിച്ചേട്ടൻ്റെ ആ സിനിമയുടെ പേര് ഭരതനാട്യം, അങ്ങനെ ഒരുപാട് സിനിമകൾ, എന്ത് രസമുള്ള സിനിമയാണത്. എന്തോരം ആളുകൾ അത് അപ്പം ഈ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ കുഴിമന്തി ഇഷ്ടമില്ലാത്ത ഒരാൾ കുഴിമന്തിയെ കുറിച്ച് റിവ്യൂ ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ഇല്ലെങ്കിൽ ആ ഫുഡ് ഇഷ്ടമില്ലാത്ത ഒരാൾ, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറേണ്ട സമയമായിരിക്കും. അത് കാലം അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അത് അധികാരം ഉണ്ടായില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. OTT ഈ അപ്രിസിയേഷൻ ഉറപ്പായിട്ടും സായതിന് പേഴ്സണലി ഇനിയുള്ള ഒരു യാത്രക്കുള്ള ഒരു ബൂസ്റ്റ് തന്നെയാണ്. ഭയങ്കര സപ്പോർട്ട്. അല്ല, അങ്ങനെ ഇല്ലെങ്കിലും നമുക്ക് അതൊരു പ്രശ്നം. നമ്മൾ അടുത്ത പരിപാടി ഇറങ്ങും. കാരണം നമ്മൾ ആലപ്പുഴ മുതൽ ചെറിയ സ്ഥലത്ത് നിന്ന് നമ്മൾ ഈ എറണാകുളത്തേക്ക് കുറേ സ്വപ്നങ്ങളോട് വന്ന ആ സ്വപ്നങ്ങളുടെ ഇടയിൽ കുറേ പ്രശ്നങ്ങൾ നമുക്കൊരു പ്രശ്നമല്ല. അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യും. നമ്മളിപ്പം OTT ഈ ബെനിഫിറ്റ് കിട്ടിയില്ലെങ്കിൽ കൂടെ നമ്മൾ അടുത്തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, മനസ്സിലായില്ലേ? ആ കിട്ടി, ദൈവാനുഗ്രഹം, എല്ലാത്തിനും ഭയങ്കര സന്തോഷം, ഈ സപ്പോർട്ടിനൊക്കെ എല്ലാവരോടും സന്തോഷം. പക്ഷേ ഇപ്പം ആ സിനിമ തിയേറ്ററിൽ നമ്മൾ അടുത്ത പരിപാടിയുടെ വർക്ക് എപ്പോഴും തുടങ്ങി കഴിഞ്ഞു. കൽബിന് മുമ്പേ നമ്മൾ അരിക്കൊമ്പൻ എന്ന സിനിമ അനൗൺസ് ചെയ്തതാണ്. അതിൻ്റെ പണി ഇപ്പോഴും നമ്മൾ അത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാനുള്ള ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം റീസെൻ്റ് ആയിട്ട് കണ്ട ഏറ്റവും വലിയ ഒരു ഹാർട്ട് ഫീലിംഗ് സിനിമ എന്ന് പറയുന്നത് ഈ പല്ലോട്ടി 90s കിഡ്. അതിൻ്റെ നമുക്കറിയാം, ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഒരു ഭയങ്കര ഒരു കാലയളവ് ശേഷമാണ് റിലീസ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ സ്റ്റേറ്റ് അവാർഡിന് ഭയങ്കര ഒരു അപ്രിസിയേഷൻ കിട്ടുന്നു. ഈ പല്ലോട്ടി 90s കിഡിലെ ഏറ്റവും വലിയ ഫാസിനേഷൻ എന്ന് പറഞ്ഞാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി പ്രസൻസ് എന്നുള്ളൊരു ടാഗും കൂടിയാണ്. നിങ്ങളൊരു പ്രൊഡക്ഷനിലേക്ക് ഓൺ ബോർഡ് ചെയ്യുന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നൊരു വ്യക്തിയായിട്ട് ഒരു പേഴ്സണൽ അടുപ്പം തുടങ്ങുന്ന ഈ സ്റ്റേജിലേക്ക്, കാരണം അദ്ദേഹത്തിന്റെ പടങ്ങളുടെ സ്ക്രീൻ പ്രസൻസും കൂടെ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ലിജോ ബായിനെ ആദ്യമായിട്ട്, എനിക്ക് ലിജോ ബായി, ഞാൻ ആലപ്പുഴ ശാന്തി തിയേറ്ററിൽ നിന്ന് നായകൻ എന്ന സിനിമയുടെ പോസ്റ്ററൊക്കെ ഫസ്റ്റ് കാണുമോ, പിന്നെ ആദ്യം ഒട്ടിച്ചു. അത് ഇന്ദ്രേട്ടൻ ഒരു കഥകളി വേഷത്തിൽ ലോ ആംഗിളിൽ ഇത് ഗണ്ണോട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഫസ്റ്റ് ലുക്ക് വരുന്നത്. അപ്പം ഞാനത് കൊള്ളാലോ, നായകൻ കലക്കൻ ടൈറ്റിൽ, ഓക്കെ. അപ്പോൾ ഞാൻ നേരെ ഈ ശാന്തി തിയേറ്ററിൽ പോയി നായകൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോയി കാണുമോ. ഇത് കണ്ടതും എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒരു കഥകളിയുടെ പോയിന്റ് ഓഫ് വ്യൂ, ഇതുപോലെ കൽബ് പോലെ ചാപ്റ്റേഴ്സ് പോലെ, കഥകളിയുടെ ചാപ്റ്റേഴ്സ് പോലെ നരേഷനൊക്കെ ഭയങ്കര ഇംഗ്ലീഷിൽ തിലകൻ ചേട്ടൻ ഭയങ്കര ഇംഗ്ലീഷ് ഗ്ലാസ്സൊക്കെ വെച്ച് ബാക്കിൽ മുടിയെല്ലാം കിട്ടി മറ്റേ ഗണ്ണൊക്കെ ആയിട്ട് പുള്ളി ഫുൾ സെറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരാണ് ഡയറക്ടർ. അപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നാണ് പേര്. അപ്പോൾ ഓക്കെ. അപ്പോൾ എനിക്ക് ആപ്പാട് അറിയാവുന്ന ഒരു സിനിമാക്കാരെന്ന് പറഞ്ഞാൽ നജീം കോയ എന്ന് പറഞ്ഞാൽ ഇപ്പം 1000 BBs പുള്ളിയാണ് ഞങ്ങളുടെ എല്ലാം ഗുരു. എൻ്റെ അറോസിൻ്റെ എൻ്റെ റൈറ്ററിൻ്റെ ബ്രദറാണ് അറോസ്. അപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ആദ്യത്തെ സിനിമാക്കാരനാണ് നജീം കോയ. സിബി സാറിന് അറിയാവുന്ന, ലാൽ സാറിന് അറിയാവുന്ന, ഇല്ലെങ്കിൽ മമ്മൂക്കാൻ്റെ നമ്പർ കയ്യിലുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ നജീക്കയാണ് ഓൾ, മനസ്സിലായില്ലേ? അടിപൊളി കിട്ടിലും റൈറ്റർ. നജീക്കയുടെ ഐറ്റംസ് ഇങ്ങനെ വരാനേ ഉള്ളൂ, അങ്ങോട്ട് വരാം. അപ്പം നജീക്ക ഞാൻ വിളിക്കുന്നത് ലിജു എന്ന ആളുടെ പേര് പഴയ ജോസ് പല്ലിശ്ശേരി എന്ന് പറഞ്ഞ ആളുടെ മോനാണെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് നമ്പർ കിട്ടി. നമ്പർ കിട്ടിയപ്പോൾ ഞാൻ വിളിച്ചു, നിങ്ങൾ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞു. ഞാൻ നേരെ ആലപ്പുഴയിൽ നിന്ന് നേരെ ആലുവയിൽ വൈഫ് ഹൗസിൽ വന്നിട്ട് വൈഫിനെയും പിക്ക് ചെയ്തുകൊണ്ട് വീണ്ടും ഇവിടെ മാത ഒത്ത് തിയേറ്ററിൽ മേരി മാത അവിടെ വീണ്ടും രണ്ടാമത് സെക്കൻഡ് ഷോയ്ക്ക് ഇതിൽ കയറി. പിന്നെ എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു. അന്ന് ആ സിനിമ അത്ര സക്സസ്, അത്ര എന്നെക്കാളും ഒരുപാട് എഫേർട്ട് എടുത്ത സിനിമയാണ്. അന്ന് ആ ഫോൺ കോൾ തുടങ്ങിയൊരു ബന്ധമാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയായിട്ട്. അതിനുശേഷം ഇപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ സിറ്റി ഓഫ് ഗോഡ് എന്ന സിനിമ കണ്ടിട്ട് ഞാൻ പുതിയപ്പുഴയുടെ കയ്യിൽ പിടിച്ചിട്ട് ഉമ്മ കൊടുത്ത്. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തോട്ടൊക്കെ അന്ന് എക്സിക്യൂട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ എന്താണ് ലിജോബായുടെ ഒട്ടും കുട്ടി ആകർഷിക്കപ്പെടാത്ത സിനിമയാണ് സിറ്റി ഓഫ് ഗോഡ്. ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ ഡയറക്ടർ ടോട്ടിൽ ഒരു രക്ഷയില്ലാത്ത സിനിമയാണത്. അതിനുശേഷം ഫുൾ ടൈം നമ്മൾ ലിജോബായുടെ കൂടെ ഉണ്ട് പല കാര്യങ്ങളായിട്ട്. അപ്പോൾ എൻ്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിലും എൻ്റെ പ്രൊഫഷണൽ കാര്യങ്ങളാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്, ഇല്ല എൻ്റെ എല്ലാ ചെറിയ കണ്ടന്റ് ആണെങ്കിലും എല്ലാം ആദ്യം കാണിക്കുന്നത് ലിജോബായിയാണ്. അപ്പോൾ ലിജോബായി ഇങ്ങനെ സിനിമ ചെയ്യാൻ പോകുന്നു പറഞ്ഞപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമ കണക്റ്റായി. എനിക്ക് ഈ സിനിമ ഞങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. താങ്ക് യു ലിജോബായി. കാരണം നമുക്കൊരു അപ്പം തന്നെ ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയ പോലെയാണല്ലോ പുള്ളിയെ പോലത്തെ ആൾ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ എത്തി. ആസ് എ ഫിലിം മേക്കർ അദ്ദേഹത്തിന്റെ സിനിമ ലിറ്ററസി എന്നുള്ളൊരു ആംഗിൾ ഉണ്ടല്ലോ. അതായത് നമ്മുടെ സിനിമ വ്യൂയിങ് ആണല്ലോ നമ്മുടെ സിനിമ ലിറ്ററസി. എത്രത്തോളം നമ്മൾ സിനിമ കാണുന്നു അത്രത്തോളം നമ്മൾ ലിറ്ററേറ്റ് ആവുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ ലിറ്ററസി, സിനിമ വ്യൂയിങ്, അതിനെന്താ തോന്നുന്നത്? എനിക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും
ഒരു 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 എന്താ പറയുക ഇൻഡസ്ട്രിക്കുള്ളൊരു ഒരു 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 ഉത്തരങ്ങളാണ് അല്ലേ. ഇപ്പം പുതുമുഖങ്ങളായ അങ്കമാലിയിലുള്ള 75-80 ആളുകളെ വെച്ച് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്ത് അത് ഹിറ്റടിപ്പിച്ച് കാണിക്കുന്നു. ഓക്കെ, എനിക്കാരും വേണ്ട, ഏതാ കുറച്ച് മുഖങ്ങൾ മാത്രം മതി എനിക്കൊരു സിനിമ വിജയിപ്പിക്കാൻ എന്ന് പുള്ളി തെളിയിച്ചു. അതിൻ്റെ അടുത്ത പടത്തിൽ അതായത് ഇവിടെ ഭയങ്കര വലിയ ആക്ട്രസ്സുകളും ഇല്ലെങ്കിൽ വലിയ വലിയ ആക്ടേഴ്സിനെയും മാത്രം കാണിച്ചുകൊണ്ടിരുന്ന ഹോർഡിങ്ങുകളും പോസ്റ്ററിലും ഒരു പോത്ത് നിൽക്കുക. ആ സിനിമ നടിച്ചു നോക്കുക, കേരളത്തിലുള്ള എല്ലാ മുക്കിലും മുന്നിൽ പോത്ത് നിൽക്കുക, ജല്ലിക്കെട്ട്, ലിജോസ് പല്ലിശ്ശേരി. അപ്പം അടുത്ത എൻ്റെ തോട്ടം എന്ന് പറഞ്ഞാൽ എടാ ഒരു പോത്ത് മതി എനിക്ക് തിയേറ്ററിൽ അളക്കിയിട്ടാൻ, മനസ്സിലായില്ലേ. അതൊക്കെ ഒരു ഭയങ്കര ഇൻ്റർനാഷണൽ പരിപാടിയാണ്, എല്ലാവർക്കും പറ്റില്ലത്. അപ്പം എല്ലാ കാലഘട്ടത്തിലും ഇപ്പോൾ കെ ജി ജോസ് സാറിനെ പോലെ ഇല്ലെങ്കിൽ അരവിന്ദ് സാറിനെ പോലെ എല്ലാ കാലഘട്ടത്തിലും ഒരു ലിജോസ് പല്ലിശ്ശേരി പോലത്തെ ഒരാളുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ ഇപ്പൊ സിനിമ വ്യൂയിങ് എങ്ങനെയാണ്? നിങ്ങൾ ഒരു സുഹൃത്ത് ബന്ധവും കൂടെ ഉള്ള ഞാൻ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇൻസിഡൻറ്റ് പറയാം. ഞാൻ ലിജോ ഭായി കാണാൻ വേണ്ടി ഞങ്ങൾ രാത്രി പുള്ളിയുടെ ഒരു വീട്ടിൽ ചെല്ലുമ്പം ഒരു വലിയ സ്ക്രീനിൽ പുള്ളി ഒരു പഴയൊരു ഭയങ്കര പഴയൊരു സോങ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഡാൻസാണ്. അപ്പോൾ പഴയൊരു ഡാൻസ് അറിയാമല്ലോ, ഡാൻസിൻ്റെ ഭയങ്കര ഡാൻസാണ്. അപ്പോൾ ലിജോ ഭായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്നിപ്പോൾ ഇരുന്നു. അപ്പോൾ ലിജോ ഭായി കുറച്ച് നേരം ചില സമയം ഞാൻ എന്നെ ചിരിച്ചു. പുള്ളി നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും, എടാ ഈ ഷൂട്ട് അവർ ഫുൾ സെറ്റപ്പോടെ ഒരു കൊറിയോഗ്രാഫറുമായിട്ട് ആ കാലഘട്ടത്തിൽ അന്നത്തെ ഏറ്റവും ട്രെൻഡി സ്റ്റെപ്പാണത്, മനസ്സിലായില്ലേ. അവർ ഒരു ദിവസം രാവിലെ ലൊക്കേഷനിൽ വന്ന് അതിൻ്റെ എല്ലാ സെറ്റപ്പുകളുമായി കൊറിയോഗ്രാഫി കാണിച്ചു. അത് കണ്ടിട്ട് ഹീറോയിനും ആ ഡാൻസ് കളിച്ച് അന്ന് ഭയങ്കര ഹിറ്റായ ഒരു പാട്ടാണ്, മനസ്സിലായി. ഇന്ന് കാണുമ്പോൾ നമുക്കൊരു ചെറിയ ചിരി വന്നു. എടാ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് കണ്ട് 100 വർഷം കഴിഞ്ഞ ചിരിക്കരുത് എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അതൊരു എനിക്ക് ഭയങ്കര ഒരു തോട്ടാണ്, അത് കറക്റ്റാണുള്ളത്. അപ്പോൾ അത്രത്തോളം നമ്മളതിനകത്ത് അത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഓരോ വർക്കുകളിലും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മലൈക്കോട്ടെ വാലിബനാണെങ്കിലും നൻപകൽ നേരത്ത് മഴക്കമാണെങ്കിലും ഇല്ലെങ്കിൽ ജല്ലിക്കെട്ടാണെങ്കിലും ഈമയ്യ ആണെങ്കിലും ആമേനാണെങ്കിലും ഡബിൾ ബാരലാണെങ്കിലും അതിനകത്ത് അതുണ്ട്. ഇപ്പോൾ ഈ സാജിദ് യാഹ്യ ആസ് എ ഫിലിം മേക്കർ നമ്മൾ മാറ്റി വെച്ച് ആസ് എൻ ആക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷോട്ട് അല്ലെങ്കിൽ ഒരു സീക്വൻസ് ആണ് ബാംഗ്ലൂർ ഡേയ്സിൽ മറ്റേ ഒരു സീക്വൻസ്. അത് ഭയങ്കര ഇൻ എ പോസിറ്റീവ് വേ ഭയങ്കര ട്രോൾ ചെയ്യപ്പെട്ട ഒരു സീനും കൂടെയാണ്. മറ്റേ ചിന്ന എപ്പോഴും ഹാൻഡിൽ ബാറിന്റെ ഇത് ക്യാമറയ്ക്ക് പിന്നിൽ ഉള്ള ആൾക്കാരറിയാം. സമീർ താഹിറെ പോലെ ഒരാൾ, അഞ്ജലി മേനോനെ പോലെ ഒരു ഫിലിം മേക്കർ, ദുൽഖർ സൽമാനെ പോലെ ഒരു ആളുടെ കൂടെ കോ ആക്ടറായിട്ട് നിൽക്കുന്നു. ഇത് ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു മെമ്മറി എങ്ങനെയായിരിക്കും? അല്ല, എന്നെ സംബന്ധിച്ചും ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എവിടെ തിരിഞ്ഞാലും സൂപ്പർ സ്റ്റാറുകളാണ്, മനസ്സിലായി. അവിടെ ഏറ്റവും ചെറിയ ആളാണ് ഞങ്ങളല്ല, മനസ്സിലായി. ഞങ്ങളോട് ചെല്ലുന്നു. അപ്പം ഞാനവിടെ ചെല്ലുമ്പം ഇപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ അടിപൊളി എന്ന് പറയുമ്പോൾ അഞ്ജലി മേനോൻ നമ്മൾ വേറെ ലെവൽ ഡയറക്ടറാണ്. എനിക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം പുള്ളിയുടെ എന്ന് പറയുന്നത് സാമി ആക്ച്വലി നമ്മളെ ക്യാരക്ടർ നെയിമേ വിളിക്കത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ ഇവരാരും കണ്ടിട്ടില്ല. ഞാൻ ഓഡിഷൻ ചെയ്തിട്ടാണ് എനിക്ക് ആ സിനിമയിൽ ആക്ടിങ് അവസരം കിട്ടുന്നത്. എനിക്കിവരൊക്കെ അറിയാം, അതായത് സമീർ ഖാൻ അറിയാം, ആ സമയത്ത് അൻവർ ഖാൻ അറിയാം. പക്ഷേ അങ്ങനെ ഞാനൊരു ഓഡിഷൻ കോൾ കണ്ട് എൻ്റെ ഫോട്ടോ അയച്ചു, എന്നെ വിളിപ്പിച്ചു. മറ്റേ ആനന്ദത്തിൻ്റെ ഡയറക്ടറിലെ ആ പുള്ളിയാണ് ഗണേഷ് രാജാണ്, പേര് വിട്ടു. അപ്പോൾ ഗണേഷാണ് അന്ന് ഓഡിഷൻ ഇരിക്കുന്നത്. ആ പുള്ളി പറഞ്ഞാൽ പറയുക. അപ്പം ഞാൻ പുള്ളി ഫസ്റ്റ് ഞാൻ താനാണോ മറ്റേ ആ തട്ടുന്നത് ക്യാമറ ആയിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം തന്നെ പുള്ളിക്ക് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറെ എന്നെ കേവല സിനിമാമോഹിയായ ഒരുത്തം വന്നിട്ട് ഇടവന്നു എന്നുള്ള സ്റ്റൈലിൽ. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചു പോയതാ. അങ്ങനെ എൻ്റെ അടുത്ത് അപ്പം 2-3 ഷോട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ പോയി അതിന് ഷൂട്ട് തുടങ്ങി. അപ്പം എന്നെ സെലക്ട് ചെയ്തിട്ടില്ല. കുറച്ചിൻ്റെ എന്നെ വിളിച്ച് പറഞ്ഞ് പെട്ടെന്ന് ബാംഗ്ലൂർ എത്തണം, നിങ്ങളെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ഞാനിന്ന് രാവിലെ ചെന്ന് ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ ദുൽഖറും അഞ്ജലി മേഡവും അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അഞ്ജലി മേഡം സാമേ എന്ന് വിളിച്ചത്. അപ്പം ഞാൻ ഇങ്ങനെ പതുക്കെ തിരിഞ്ഞ് നോക്കി ആരാണ് നോക്കിയപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് ഇപ്പം ദുൽഖർ ഇരിപ്പുണ്ട്. അപ്പോൾ ദുൽഖർ ഇങ്ങനെ നോക്കുന്നത് പറഞ്ഞു, ദിസ് ഇസ് സാമി, ഈസ് ഡൂയിങ് ദാറ്റ് ക്യാരക്ടർ ആൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു ദുൽഖറിൻ്റെ ഒരു പ്രത്യേക തീവ്രമെന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ കോമ്പിനേഷൻ ഇല്ല. അപ്പോൾ യാത്രയിൽ താടിയും മുടിയൊന്നുമില്ല. ഫസ്റ്റ് കില്ലറായിട്ട് റോളാണ്. അപ്പം ദാറ്റ് കിൽ ഓ മൈ ഗോഡ് പുള്ളി ഭയങ്കര അതിനെ അങ്ങനെ എടുത്തു. അപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ അപ്പം ഈ അഞ്ജലി മേഡം നമ്മളെ പ്ലേസ് ചെയ്യുന്നത് അത്രയും അടിപൊളിയായിട്ടാണ്. ഇപ്പം സാമി ആക്ച്വലി അർജുൻ ഇന്ന് ഭയങ്കര മെൻ്റൽ സ്ട്രെസ്സിലാണ്. അപ്പം അർജുൻ അവിടെ പോകേണ്ട ആവശ്യം. അപ്പോൾ സാമി എന്ത് പറയും? ഞാൻ പറയും, ഞാനാണെങ്കിൽ പറയും ബ്രോ പോട്ടെ ബ്രോ നമുക്ക് നോക്കാം ബ്രോ. അവിടെ പറയും അതൊന്നും പറഞ്ഞാൽ മതി. ഞാൻ പറയും അപ്പം നമ്മൾ ഭയങ്കര കംഫർട്ടാവും. ഇപ്പം നമ്മൾ അഭിനയിച്ച് കഴിയുമ്പം ഇവിടെ നിവിൻ പോളി ദുൽഖറും മാഡം കെട്ടിപ്പിടിച്ച് അടിപൊളി സാമി
സൂപ്പറായിട്ടുണ്ട്. ഇത് എന്നെപ്പോലൊരു ആർട്ടിസ്റ്റ് ഒരു പവർ ഉണ്ടല്ലോ, പിന്നെ നമ്മളങ്ങോട്ട് നമ്മളിങ്ങനെ നിൽക്കും, മനസ്സിലായില്ലേ? ആ ഒരു സ്റ്റൈൽ ഓഫ് ആ മെത്തേഡ് ഓഫ് മേക്കിംഗ് ഒക്കെ പുതിയ ആർട്ടിസ്റ്റുകൾ ഇപ്പം ഒരു പരിധി വരെ ഖൽബിലൊക്കെ എനിക്ക് ഭയങ്കര അധികം ഗുണം ചെയ്തിട്ടുണ്ട്. അവരോട് വർക്ക് ചെയ്യുമ്പോൾ, കാരണം ഞാൻ ആരെ അസിസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ലിജോബായുടെ പടങ്ങൾ അഭിനയിച്ചും അഞ്ജലി മേഡം ഇങ്ങനെ കുറേ അടിപൊളി മേക്കേഴ്സിന്റെ സിനിമകൾ അഭിനയിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതായത് ആക്ടേഴ്സിനെ ആസ് എ മേക്കർ കൂടെ ആക്ടേഴ്സിനെ ഒരു ഇതിലേക്ക് കടത്തിവിടാൻ. അത് മാത്രമല്ല, ഒരു ലൊക്കേഷനിൽ എന്താണ് സംഭവിക്കുന്നത്, ഇപ്പം എങ്ങനെയാണ് സിനിമ പ്രോസസ്, എന്താണ് ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, എന്താണ് യൂണിറ്റ്, എന്താണ് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ജോലി, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സിനിമ അസിസ്റ്റ് ചെയ്തിട്ടാണ്. പക്ഷെ ഞാൻ അഭിനയിച്ച എല്ലാ സിനിമകളിലും 10, 40, 50 ദിവസങ്ങൾ ഞാൻ സെറ്റിൽ തന്നെ ഉണ്ട്. അപ്പം ഈ അഭിനയിക്കാൻ സമയത്ത് എനിക്ക് എല്ലാ സിനിമകളും ചെറിയ ചെറിയ റോളുകളായിരിക്കും. അപ്പം ആ റോളുകളിൽ കൂടുതൽ ഫ്രീ ടൈമുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കി കണ്ടുകൊണ്ടിരുന്നതും അല്ലെങ്കിൽ നോക്കി അനലൈസ് ചെയ്തുകൊണ്ടിരുന്നതും ഈ പ്രോസസ്സാണ്. അപ്പോൾ ഇവരുടെ മേക്കിംഗ് പാറ്റേൺസ്, ഇവരുടെ സ്റ്റൈൽ, ഇവർ ആർട്ടിസ്റ്റുകൾ അപ്രോച്ച് ചെയ്യുന്നത് എല്ലാവർക്കും ഡിഫറെൻറ്റ് സ്റ്റൈലുകളുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റൈലുകൾ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് കാണുന്നു. നെക്സ്റ്റ് ഇവന്റ്, അതായത് ന്യൂസ് മീഡിയയുടെ ഏറ്റവും മെയിൻ ഇവന്റ് ആയിരുന്നു ഈ അരിക്കൊമ്പൻ എന്നുള്ള ഇഷ്യൂ. അതിന്റെ സിനിമ എന്ന് പറയുമ്പോൾ അതിനെ തന്നെ ഒരു ഹൈപ്പ് ഉണ്ട്. ഇപ്പൊ അത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ അതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒരു ഇപ്പൊ സ്റ്റേജ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ അപ്ഡേറ്റ് എന്തായിരിക്കും? അല്ല, ഈ അരിക്കൊമ്പൻ്റെ കംപ്ലീറ്റ് സ്ക്രിപ്റ്റിംഗ് എല്ലാം അതിൻ്റെ കഴിഞ്ഞു. സുഹൈൽ എം കോയ ആണ് അതിൻ്റെ കംപ്ലീറ്റ് തിരക്കഥ, സംഭാഷണം എല്ലാം പുള്ളിയാണ്. അപ്പം ഞങ്ങൾ അത് എന്ന് പറഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പൊളിറ്റിക്കൽ ഒരു സംഭവം എൻ്റെ സിനിമയുടെ ബാക്കിലുണ്ട്. അപ്പോൾ അത് പറയുമ്പം ഒരിക്കലും ആ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പം ഒരിക്കലും അതിനൊരു എല്ലാ രീതിയിലും ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ കൊണ്ടുപോകുന്ന ലെവലിൽ അത് മേക്ക് ചെയ്യണമെന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമുള്ള ടീമാണ് ഞങ്ങളത്. അപ്പം ഇപ്പോൾ TMFX എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്തൊരു അനിമേഷൻ കമ്പനിയുണ്ട്. ഇപ്പോൾ ജിഗർ ദാണ്ടിയിലേക്ക് എലിഫൻസൊക്കെ ചെയ്ത അവരാണ്. അപ്പോൾ അവരാണ് അരിക്കൊമ്പൻ്റെ എല്ലാ സ്റ്റൈലിങ്. അരിക്കൊമ്പന് കുറേ സാധാരണ ആളെ പോലെയല്ല, അതിൻ്റെ മസ്തകത്തിനും അതിൻ്റെ കൊമ്പിനും ഒക്കെ കുറേ എല്ലാം ഡിഫറൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ എല്ലാ പ്രോസസ്സുകളും അതിൻ്റെ അസറ്റ്സ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള കായ്ക്കും മാത്രമല്ല, ഇപ്പം ചക്കക്കൊമ്പൻ അല്ലെങ്കിൽ ഒരുപാട് മൃഗങ്ങളുണ്ട് ഈ സിനിമയിൽ. അതിൻ്റെയൊക്കെ അസറ്റ്സ് ക്രിയേഷനൊക്കെ കഴിഞ്ഞു. അതിൻ്റെ റെൻഡറിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പം ഖൽബ് തിയേറ്ററിലൊരു വലിയ വിജയമാകത്തുകൊണ്ട് തന്നെ, അതൊരു ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അടുത്ത സിനിമ എന്ന് പറയുന്ന ഒരു സംവിധാനം സംബന്ധിച്ചോളം ഒരുപാട് ഒരു നൂലാമാലകളുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് ഞങ്ങൾ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സോർട്ട് ചെയ്ത ഉടൻ തന്നെ ഇപ്പം എനിക്ക് തോന്നി ഖൽബിൻ്റെ ഈ OTT-ലുണ്ടായ വിജയം ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ചിലപ്പം ഇമ്മീഡിയറ്റ് തന്നെ ചെയ്യാനുള്ള പ്ലാനിൽ തന്നെ നിൽക്കുകയാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഖൽബ് OTT-ൽ ഇപ്പോൾ ഭയങ്കര അപ്രിസിയേഷൻ. അതെ, അപ്പോൾ OTT-ൽ കാണുന്നവരോട് നിങ്ങളെല്ലാവരും ഈ സിനിമ ആമസോൺ പ്രൈമിൽ തന്നെ കാണണം. നിങ്ങളിപ്പോൾ ഒരു അൺഓതറൈസ്ഡ് യൂട്യൂബിലോ അല്ലെങ്കിൽ ഒരു ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും സിനിമയ്ക്ക് അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. അപ്പം ഇതുപോലുള്ള ചെറിയ സിനിമകൾ, ഇതുപോലെ പുതിയ ആർട്ടിസ്റ്റുകളുടെ സിനിമകളിൽ എന്നെപ്പോലുള്ള മേക്കേഴ്സിൻ്റെ സിനിമകൾ ഇനിയും തിയേറ്ററിലോ അല്ലെങ്കിൽ ഇനിയും ഉണ്ടാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളെല്ലാവരും ആമസോൺ പ്രൈമിൽ തന്നെ ഈ സിനിമ കാണണം. ഇനി വരുന്ന വർക്കിനും എല്ലാവിധ ആശംസകളും. താങ്ക് യു.